പ്രിയ വിദ്യാർത്ഥികളെ, +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പോസ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന വൺ ആക്ട് പ്ലേയുടെ ഒരു സമ്മറിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. Now let's go through the summary of the play. Pause Early for Christmas is a humorous one-act play by R.H. Wood. ബ്രിട്ടീഷ് പ്ലേറൈറ്റ് R.H. Wood രചിച്ച രസകരമായ ഒരു ഏകാംഗ നാടകമാണ് പോസ് ഏർലി ഫോർ ക്രിസ്മസ്. The action of the play takes place inside a small post office in an English village and centers around a parcel that is mistaken for a time bomb. ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കൊച്ചു പോസ്റ്റ് ഓഫീസിലാണ് ഇതിലെ രസകരമായ മുഹൂർത്തങ്ങൾ അരങ്ങേറുന്നത്. അവിടെ വരുന്ന ഒരു പാർസൽ ടൈം ബോംബാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആ സംഭവവുമായി ചുറ്റിപ്പറ്റിയുള്ള രസകരമായ ഏറെ മുഹൂർത്തങ്ങളാണ് ഈ വൺ ആക്ട് പ്ലേയിൽ വിശദീകരിക്കുന്നത്. In the post office, there is a poster reading "Pause early for Christmas." ക്രിസ്മസിന് സമ്മാനങ്ങളും ഗ്രീറ്റിംഗ് കാർഡ്സുമെല്ലാം തന്നെ നേരത്തെ പോസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെടുന്ന ഒരു പോസ്റ്ററും ഈ പോസ്റ്റ് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. When the play begins, the young lady assistant of the post office appears to be annoyed by the strange behavior of some visitors who came to the post office the previous day. നാടകം തുടങ്ങുമ്പോൾ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയായ ചെറുപ്പക്കാരിയായ ഒരു ലേഡി അസിസ്റ്റൻറ്റ് അവർ ആകെ അസ്വസ്ഥയായി കാണപ്പെടുന്നു. തലേ ദിവസം പോസ്റ്റ് ഓഫീസിൽ വന്ന ചില കസ്റ്റമേഴ്സിൻ്റെ വിചിത്രമായ പെരുമാറ്റത്തിൽ നിന്ന് അവർ ആകെ അസ്വസ്ഥയാണ്. The other day, a man came and asked her where he could get a stamp. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ് തനിക്ക് പോസ്റ്റ് സ്റ്റാമ്പുകൾ എവിടെ നിന്നാണ് ലഭിക്കുക എന്ന്. Then an old man who couldn't see well came and asked for a pint of beer. പിന്നീട് മറ്റൊരാൾ വന്ന് അയാൾക്ക് വേണ്ട വിധം കാഴ്ചയുണ്ടായിരുന്നില്ല. അയാൾ ചോദിച്ചത് തനിക്ക് ഒരു പൈൻറ്റ് ബിയർ ലഭിക്കുമോ എന്നാണ്. പോസ്റ്റ് ഓഫീസ് ഒരു ബിയർ പാർലറായിരുന്നു എന്നാണ് അയാൾ കരുതിയത്. Mrs. Smith is today's first customer who comes and asks for a book of stamps and a postal order for half a crown. ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ മിസ്സസ് സ്മിത്ത് ആണ്. അവർക്ക് ഏതാനും സ്റ്റാമ്പുകളും ഹാഫ് എ ക്രൗൺ വിലയുള്ള ഒരു പോസ്റ്റൽ ഓർഡറും വേണം. ക്രൗൺ എന്നുള്ളത് ഒരു ഫോമൽ ബ്രിട്ടീഷ് കോയിനാണ്, 5 shilling മൂല്യമുള്ള. She believes in posting early for Christmas. പോസ്റ്റ് ഓഫീസിൽ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യം പോലെ ക്രിസ്മസ് കാർഡുകളും ഗ്രീറ്റിംഗ്സും എല്ലാം തന്നെ നേരത്തെ അയക്കണമെന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് മിസ്സസ് സ്മിത്ത്. ദെൻ മിസ്സസ് ജോൺസ് arrives with some big parcels. പിന്നീട് വരുന്നത് മിസ്സസ് ജോൺസ് ആണ്. ഏതാനും വലിയ പാഴ്സലുകളും കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. When the assistant suggests that it would have been better to post them earlier, Mrs. Jones responds impolitely. ഈ പാഴ്സൽസ് എല്ലാം തന്നെ കുറച്ച് നേരത്തെ ക്രിസ്മസിന് വേണ്ടി അയക്കാമായിരുന്നു എന്ന് അസിസ്റ്റൻ്റ് നിർദ്ദേശിച്ചപ്പോൾ മിസ്സസ് ജോൺസിന് അത് ഇഷ്ടമായില്ല. അവർ വളരെ പരുഷമായാണ് പ്രതികരിച്ചത്. നെക്സ്റ്റ്, an old man with hearing problems comes in to collect his old age pension. പിന്നീട് വരുന്നത് കേൾവിശക്തിക്ക് പ്രയാസമുള്ള വൃദ്ധനായ ഒരാളായിരുന്നു. അയാൾ തൻ്റെ ഓൾഡ് ഏജ് പെൻഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. His difficulty in hearing causes some funny moments. കേൾക്കാനുള്ള അയാളുടെ പ്രയാസം രസകരമായ ചില മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നു. When he misunderstands the word set as bed and ted and also the word book as cook. Set എന്ന് അസിസ്റ്റൻ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം കേൾക്കുന്നത് ആദ്യം ബെഡ് പിന്നീട് ടെഡ് എന്നൊക്കെയായിരുന്നു. അതുപോലെ തന്നെ ബുക്ക് എന്ന് പറഞ്ഞപ്പോൾ കുക്ക് എന്നാണ് അദ്ദേഹം കേൾക്കുന്നത്. When the assistant struggles to understand him, he calls her deaf. അയാൾ പറയുന്നത് മനസ്സിലാക്കാൻ അസിസ്റ്റൻറ്റിനും പ്രയാസമായിരുന്നു. ആ അസിസ്റ്റൻ്റ് അയാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നപ്പോൾ അദ്ദേഹം അവളെയാണ് ഡെഫ്, കേൾവിയില്ലാത്തവൾ എന്ന് വിളിക്കുന്നത്. When the old man stands counting money,
a fussy old lady comes in thinking it is a clinic for animals. ഏതായാലും വൃദ്ധനായ അയാൾ തൻ്റെ പെൻഷൻ പണവും എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് എ ഫസി ഓൾഡ് ലേഡി, വളരെ ധൃതി പിടിച്ച കണിശക്കാരിയായ വൃദ്ധയായ ഒരു സ്ത്രീ അങ്ങോട്ട് കയറി വരുന്നത്. അവർ പോസ്റ്റ് ഓഫീസ് ഒരു ആനിമൽ ക്ലിനിക്കാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. ഷീ നീഡ്സ് അഡ്വൈസ് ഫോർ ഹർ സിക്ക് കാറ്റ്. തൻ്റെ രോഗിയായ കാറ്റിനു വേണ്ടി ചില മെഡിക്കൽ ഉപദേശങ്ങളൊക്കെ ആവശ്യമുണ്ട് ആ സ്ത്രീക്ക്. But when the assistant informed her that she has mistakenly entered a post office, she buys some stamps. എന്നാൽ അബദ്ധവശാൽ താൻ കയറിയിരിക്കുന്നത് ആനിമൽ ക്ലിനിക്കിലേക്കല്ല, മറിച്ചൊരു പോസ്റ്റ് ഓഫീസിലേക്കാണെന്ന് അസിസ്റ്റൻറ്റ് ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എന്നാൽ പിന്നെ കുറച്ച് സ്റ്റാമ്പ് തന്നോളൂ എന്നും പറഞ്ഞ് സ്റ്റാമ്പ് വാങ്ങിക്കുന്നു. Then Mr. Brown, a farmer, brings news that a time bomb disguised as a Christmas parcel was found in a London post office. പിന്നീട് കടന്നു വരുന്നത് മിസ്റ്റർ ബ്രൗൺ എന്ന ഒരു ഫാമറാണ്. അദ്ദേഹം ഒരു പുതിയ വാർത്തയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ലണ്ടനിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ ക്രിസ്മസ് പ്രസൻറ്റ് എന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള ഒരു ടൈം ബോംബ് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസി സ്കോട്ട്ലൻഡ് യാർഡ് ഹാസ് ഇഷ്യൂഡ് എ വാർണിംഗ് that any suspicious looking parcel should be reported at once to the local police station. ഏതെങ്കിലും സംശയാസ്പദമായ പാർസൽ കണ്ടാൽ ഉടനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സ്കോട്ട്ലൻഡ് യാർഡ് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. മിസസ് ഹെഗിൻസ് ആൻഡ് ഹെർ നോട്ടീസ് സൺ ബെർട്ടി ഓൾസോ ഷാർപ്പ്. പിന്നീട് കടന്നു വരുന്നത് മിസസ് ഹെഗിൻസും അവരുടെ വികൃതിയായ മകൻ ബെർട്ടിയുമാണ്. Bertie's bad manners and inappropriate language create some funny moments. ബെർട്ടിയുടെ മോശമായ പെരുമാറ്റങ്ങളും വളരെ നിലവാരം കുറഞ്ഞ ഇംഗ്ലീഷ് ഭാഷയും ഉച്ചാരണവുമെല്ലാം തന്നെ രസകരമായ ചില മുഹൂർത്തങ്ങളും സൃഷ്ടിക്കുന്നു. When his mother asks him where his grammar is, he hears it as where his grandma is and replies that she is watching TV at home. അവൻ്റെ ഭാഷ കേട്ട് ആകെ ദേഷ്യം പിടിച്ച അമ്മ മകനോട് ചോദിക്കുന്നു, എവിടെയാ നിൻ്റെ ഗ്രാമർ എന്ന്. എന്നാൽ അവൻ കേട്ടത് എവിടെയാ നിൻ്റെ ഗ്രാൻഡ്മ എന്നാണ്. ഷീ ഈസ് വാച്ചിങ് ടി വി അറ്റ് ഹോം. അമ്മ ഗ്രാൻഡ്മ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൻ മറുപടിയും പറയുന്നു. ഇത് രസകരമായൊരു മുഹൂർത്തമായി മാറുന്നു. ക്രിയേറ്റിംഗ് ദ ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ, എ ഫോറിൻ ടൂറിസ്റ്റ് എൻറ്റേഴ്സ് വിത്ത് എ സ്പെഷ്യൽ പ്രസൻറ്റ് to send to his friend. നാടകത്തിൻ്റെ ക്ലൈമാക്സ് തീർക്കുന്നത് പോലെ പിന്നീട് കടന്നു വരുന്നത് ഒരു വിദേശ ടൂറിസ്റ്റാണ്. അദ്ദേഹം വളരെ പ്രത്യേകതയുള്ള ഒരു പ്രസൻറ്റ് തൻ്റെ സുഹൃത്തിന് അയക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത്. He appears to be very anxious about to know when his parcel will reach the general post office. എപ്പോഴാണ് തൻ്റെ പാഴ്സൽ ജനറൽ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുക എന്നൊക്കെ അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹി ലീവ്സ് ദ പോസ്റ്റ് ഓഫീസ് ഫോർഗെറ്റിംഗ് ഹിസ് ഗ്ലൗസ് ഓൺ ദ കൗണ്ടർ. എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ നിന്നും അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ തൻ്റെ ഗ്ലൗസ് കൈയുറകൾ അദ്ദേഹം കൗണ്ടറിൽ മറന്നു വെച്ചാണ് പോയത്. ലേറ്റർ ബെർട്ടി ഹേഴ്സ് എ സ്ട്രേഞ്ച് നോയ്സ് കമ്മിങ് ഫ്രം ദ പാഴ്സൽ. കുറച്ച് കഴിഞ്ഞ് ഈ പാഴ്സലിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം വരുന്നതായി ബെർട്ടി കേൾക്കുന്നു. ആൻഡ് എവരി വൺ തിങ്സ് ഇറ്റ് ഈസ് എ ടൈം ബോംബ്. എല്ലാവരും കരുതുന്നു അതൊരു ടൈം ബോംബ് ആയിരിക്കുമെന്ന്. ആസ് എവരി വൺ ഹൈഡ്സ് ഫോർ സേഫ്റ്റി, ദി ഓൾഡ് ഡെഫ് മാൻ തിങ്സ് ദാറ്റ് ദേ ആർ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടി ഓരോ മൂലയിലേക്കൊക്കെ മറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കേൾവിശക്തി ഇല്ലാത്ത വൃദ്ധനായ ആ മനുഷ്യൻ കരുതുന്നത് ഓരോരുത്തരും ഇപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ് എന്നാണ്. മിസസ് ഹെഗിൻസ് സെൻസ് ബെർട്ടി ടു ഫെച്ച് എ പോലീസ്മാൻ. ഉടനെ തന്നെ മിസസ് ഹെഗിൻസ് തൻ്റെ മകൻ ബെർട്ടിയെ ഒരു പോലീസുകാരനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ബെർട്ടി ബ്രിങ്സ് ഇൻ എ പോലീസ്മാൻ ഹു അറ്റംപ്റ്റ്സ് ടു ഓപ്പൺ ദ പാഴ്സൽ. ബെർട്ടി ഒരു പോലീസുകാരനുമായിട്ട് വരുന്നു. ആ പോലീസുകാരൻ പാഴ്സൽ തുറക്കാനുള്ള ശ്രമം നടത്തുന്നു. മീൻവൈൽ ദ ഫോറിൻ ടൂറിസ്റ്റ് റിട്ടേൺസ് ഫോർ ഹിസ് ഗ്ലൗസ്. ഇതിനിടയ്ക്കാണ് ആ ഫോറിൻ ടൂറിസ്റ്റ്
താൻ മറന്നുവെച്ച ഗ്ലൗസ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിച്ചു വരുന്നത്. ആൻഡ് സീസ് ദാറ്റ് ദ പോലീസ്മാൻ ഈസ് ട്രൈങ് ടു ഓപ്പൺ ഹിസ് പാഴ്സൽ. അയാൾ വന്ന് കാണുമ്പോൾ പോലീസുകാരൻ തൻ്റെ പാഴ്സൽ തുറക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. ഹി ചെക്സ് ദ പാഴ്സൽ ആൻഡ് നെർവസ്ലി സീസ് ദാറ്റ് ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് ടിക്കിംഗ്. അയാൾ ആ പാഴ്സൽ പരിശോധിച്ചുകൊണ്ട് അസ്വസ്ഥനായിക്കൊണ്ട് പറയുന്നു, ഇതിലെ ടിക്കിംഗ് ശബ്ദം നിലച്ചിരിക്കുന്നു, നിങ്ങളത് നാശമാക്കിയിരിക്കുന്നു എന്ന രൂപത്തിൽ ടൂറിസ്റ്റ് പറയുന്നു. ബിലീവിംഗ് ദാറ്റ് ദ ബോംബ് ഇസ് അബൌട്ട് എക്സ്പ്ലോഡ്, the policeman puts the parcel into a bucket of water provided by the lady assistant. ഇതുവരെ കേട്ടിരുന്ന ശബ്ദം നിലച്ചപ്പോൾ ഇതൊരു ബോംബാണെന്നും ബോംബ് പൊട്ടാൻ പോവുകയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ലേഡി അസിസ്റ്റൻ്റ് കൊണ്ടുവന്ന ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ആ പാഴ്സൽ പോലീസുകാരൻ എടുത്തെറിയുന്നു. The tourist takes out a beautiful clock from the bucket. എന്നാൽ ആ ബക്കറ്റിൽ നിന്നും ടൂറിസ്റ്റ് മനോഹരമായ ഒരു ക്ലോക്കാണ് പുറത്തേക്കെടുത്തത്. എക്സ്പ്ലെയിനിങ് ദാറ്റ് ഹി ഹാസ് ബ്രോട്ട് ഇറ്റ് ഫ്രം സ്വിറ്റ്സർലൻഡ്. താനത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പുറത്തേക്കെടുക്കുന്നത്. He angrily says that the idiots gathered in the post office have ruined his clock and he will complain to the postmaster general about this. വളരെ ദേഷ്യത്തോടു കൂടി ആ ടൂറിസ്റ്റ് പറഞ്ഞു, പോസ്റ്റ് ഓഫീസിൽ കൂടിയിരിക്കുന്ന എല്ലാ ഇഡിയറ്റ്സും കൂടെ എൻ്റെ മനോഹരമായ ക്ലോക്ക് നാശമാക്കി. പോസ്റ്റ് മാസ്റ്റർ ജനറലിനോട് ഞാൻ ഇതിനെക്കുറിച്ച് പരാതിപ്പെടും എന്നും അദ്ദേഹം ദേഷ്യത്തോടു കൂടെ പറഞ്ഞു. Frustrated with all the chaos, the lady assistant announces that she is quitting her job in the post office forever and is going to work at the animal dispensary. പോസ്റ്റ് ഓഫീസിൽ നിത്യേന അരങ്ങേറുന്ന ഈ ശബ്ദകോലാഹലങ്ങളിലും സംഭവ വികാസങ്ങളിലും ആകെ അസ്വസ്ഥയായിക്കൊണ്ട് ലേഡി അസിസ്റ്റൻ്റ് ഉറക്കെ പറയുന്നു, പോസ്റ്റ് ഓഫീസിലെ ജോലി ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ച് ഇനി ഞാൻ ആനിമൽ ഡിസ്പെൻസറിയിൽ ജോലിക്ക് പോവുകയാണ്. She declares that animals don't cause such silly problems as some of her customers do daily in the post office. പോസ്റ്റ് ഓഫീസിൽ നിത്യേന തൻ്റെ ചില കസ്റ്റമേഴ്സ് ചെയ്യുന്നത് പോലെയുള്ള നിസ്സാര കാര്യങ്ങൾ, വിഡ്ഢിത്തങ്ങളൊന്നും മൃഗങ്ങൾ ചെയ്യില്ല എന്നും അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. She puts on her coat and walks out. ഇതും പറഞ്ഞ് അവൾ തൻ്റെ കോട്ടും ധരിച്ച് പുറത്തേക്ക് ധൃതിയിൽ ഇറങ്ങി നടക്കുന്നു. The curtain falls and the play ends. അതോടുകൂടി കർട്ടൻ താഴുന്നു, നാടകവും അവസാനിക്കുന്നു. ഇത്രയുമാണ് ഈ വൺ ആക്ട് പ്ലേയുടെ സ്റ്റോറിയുടെ സമറി. ഈ സമറി ശരിയാംവിധം മനസ്സിലാക്കുന്നത് ഈ വൺ ആക്ട് പ്ലേ ശരിയാംവിധം മനസ്സിലാക്കാനും എക്സാമിൽ നിരവധി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു-വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.